സോളാർ സമരം തീർത്തതിന് പിന്നിൽ രഹസ്യധാരണയെന്ന സി ദിവാകരന്റെ ആരോപണം തള്ളി അന്ന് കെപിസിസി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല. തന്റെ അറിവിൽ ഒരു രഹസ്യധാരണയും ഉണ്ടായിട്ടില്ല. ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി പറയട്ടെ. UDFന് ഒന്നും ഒളിക്കാനില്ലാത്തത് കൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്റെ അറിവിൽപ്പെട്ടിടത്തോളവും ഒരു രഹസ്യധാരണയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ഡിമാൻഡ് പ്രതിപക്ഷത്തുനിന്ന് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു, ക്യാബിനറ്റ് എടുത്ത തീരുമാനമായിരുന്നു. ഒരു ഒത്തുകളി ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇനി ദിവാകരന് വല്ല അറിയാമെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. ഇനി അതില്ല ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ. ഞങ്ങൾ ജനാധിപത്യപരമായി ചെയ്ത ഒരു കാര്യമാണ്. അതിനകത്ത് CPM ആയിട്ടോ ഇടതുമുന്നണിയായിട്ടോ ഒരു കൂട്ടുകെട്ടുമെന്ന് തിരുവഞ്ചൂർ ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരൊത്തുതീർപ്പിനും ഒരിടത്തും പോയിട്ടില്ലെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആരുമായും സംസാരിച്ചിട്ടില്ല. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമടക്കം LDF തനിക്ക് നൽകിയ കത്ത് UDF ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഒത്തുതീർപ്പുകളൊന്നും നടന്നിട്ടില്ല. അതേസമയം സെക്രട്ടേറിയറ്റ് വളയുന്നതിന് വേണ്ടി CPM അന്ന് നടത്തിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ സ്വാഭാവികമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നിലപാടും നടപടികളും നമ്മൾ ചർച്ച ചെയ്യും. അത് ചെയ്തിട്ടുമുണ്ട്. അതല്ലാതെ സോളാർ കേസ് സംബന്ധിച്ച ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹം കത്തുകൊണ്ട് എന്റെ കയ്യിലാണ് തന്നത്. ഞങ്ങൾ ആ കത്തെല്ലാം സ്വീകരിച്ചു. അത് UDFൽ ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പോകണം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോവുകയും ചെയ്തു.